എത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പം ആ വിഷയത്തിൽ ഇപ്പോൾ വർഗീയത എന്നുള്ള വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ RSSന്റെ വർഗീയതയ്ക്കെതിരെ ഈ രാജ്യത്ത് പോരാടുന്ന മറ്റൊരു ദേശീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റാരും പോരാടുന്നില്ല എന്നുള്ളതല്ല, ഇത്ര വലിയ പാൻ ഇന്ത്യ ലെവലിൽ RSSനെതിരെ തുടർച്ചയായി പോരാടുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഈ പറയുന്ന CPM-ഉം CPI-യും പോലും അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വന്നതും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ നമ്മൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമായി പറഞ്ഞതും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് തമിഴ്നാട്ടിൽ വോട്ടുകൾ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അതുകൊണ്ട് കോൺഗ്രസിന്റെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിഷയത്തിൽ ക്ലാരിറ്റി കുറവൊന്നുമില്ല. അത് സെക്യുലറിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇന്നിപ്പോ അതെന്തിനാണ് എന്ന് ചോദിച്ച RSS അത് ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നല്ലോ. വർഗീയതയ്ക്കെതിരായിട്ടുള്ള നയങ്ങളിൽ ഞങ്ങൾക്ക് വെള്ളം ചേർക്കാനായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ തന്നെ സെക്യുലറിസം ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ സെക്യുലറിസം പോലെ അല്ല. മറ്റു രാജ്യങ്ങളിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരാസമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതമൈത്രിയാണ്, അല്ലെങ്കിൽ മതങ്ങളെ എല്ലാം അംഗീകരിക്കലാണ്. ഇപ്പൊ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണ്, ഞാനൊരു ക്രിസ്തു മത വിശ്വാസിയാണ്. അപ്പൊ നിങ്ങളിൽ പലരും പല ഹൈന്ദവ മതത്തിലുണ്ടാവും, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, ഇനി വിശ്വസിക്കാത്തവരും ഉണ്ടാവും. ഏതു മതങ്ങളിൽ വിശ്വസിക്കാനും ഏതു മതങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം. അതുകൊണ്ട് തന്നെ ഒരു മതത്തിൽ ഇപ്പൊ അമ്പലത്തിൽ പോയി കാവി മുണ്ട് ധരിച്ചു എന്നതിന്റെ പേരിൽ മൃദു ഹിന്ദുത്വമെന്നോ അല്ലെങ്കിൽ അവരെ RSS ആയി ആരെങ്കിലും ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ ഡിവിഷൻ ഇന്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ ഡിവിഷൻ അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇപ്പോ നമ്മൾ ഗോമൂത്രത്തെ കളിയാക്കി വിളിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ എത്ര അമ്പലങ്ങളിലാണ് അവിടുത്തെ ഉത്സവങ്ങളുടെ ഭാഗമായി ഗോമൂത്രം ഉപയോഗിക്കുന്നത്? പല ക്ഷേത്രങ്ങൾ, പല പ്രമുഖമായ ഹരിപ്പാടുള്ള ഒരു ക്ഷേത്രത്തിൽ അറിയാമായിരിക്കുമല്ലോ, അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഗോമൂത്രം അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അവിടെ ചെന്ന് ഈ ഗോമൂത്രം ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് സംഘപരിവാറിന്റെ ആണ്, RSSന്റെ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ രാജ്യത്ത് ഒരാൾക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ നയപരിപാടിയും അത് തന്നെയാണ്. ഞങ്ങൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ലെന്ന്. ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു വിഷയം പറഞ്ഞു. മദ്രസയിൽ മുഴുവൻ മതതീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ജില്ലയിൽ വിദ്യാഭ്യാസത്തിൽ കുറച്ച് മുന്നേറ്റം വന്നാൽ അത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ജില്ലയിൽ ക്രിമിനൽ കേസ് കൂടിയാൽ അത് ISIക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ചരിത്രപരമായ പല ഒക്കേഷൻ എടുത്താലും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് BJP രാജ്യത്ത് ഇത്രയും ശക്തി പ്രാപിച്ചത്? അത് സ്വയം വിമർശനാത്മകമായി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഒരു ഊരും പേരും ഇല്ലാതിരുന്ന ജനസംഘത്തെ കൂടെ കൂട്ടി മുന്നണിയിൽ ചേർത്ത് 1967 പഞ്ചാബിൽ സംയുക്ത വിധായക് ദൾ ഉണ്ടാക്കി ജനസംഘത്തെ കൂട്ടി. ആ സംയുക്ത വിധായക് ദളിന്റെ ചെയർമാനായി മാറിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമുക്കറിയാമല്ലോ, പാലക്കാട്ടെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ രാജ്യത്ത് BJP കേരളത്തിൽ LK അദ്വാനി BJPക്ക് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശിവദാസ മേനോന് വേണ്ടിയിട്ടാണ്, പാലക്കാടാണ്. അപ്പൊ ആരാണ് വർഗീയതയിൽ വെള്ളം ചേർത്തത്? 89 VP സിംഗിന്റെ കാലത്ത്. ഞാൻ ഇനി ചരിത്രത്തിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്തിനാ ഇവിടെ ആണവ നയവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയം അല്ലെങ്കിൽ സർക്കാരിനെതിരായ മൂവ്മെന്റ് വന്നപ്പോ അതും ആരുമായി ചേർന്നായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം വ്യക്തമാക്കട്ടെ. ഞാൻ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെയും കോൺഫറൻസ് റൂമിനുള്ളിൽ RSSന്റെ നേതാക്കന്മാരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയ്ക്ക് പത്രക്കാർ വന്നപ്പോ കടക്ക് പുറത്ത് എന്ന് പറയാൻ ഉള്ള ഗതികേട് ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക്